എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മാനവ് ബി എ. ഞാൻ പ്ലാവൂർ ഗവൺമെൻറ് ഹൈസ്കൂൾ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാനിന്ന് ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങളോട് ഒരു സന്തോഷമായൊരു വാർത്ത പങ്കുവയ്ക്കാനാണ്. ഈ വർഷത്തെ ഇൻസ്പയർ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ 20 കുട്ടികൾക്കും നെയ്യാറ്റിൻകര വിദ്യാഭ്യാസ ജില്ലയിലെ 3 കുട്ടികൾക്കും അതിൽ 2 പേർ നമ്മളെ GHS പ്ലാവൂരിലെ കുട്ടികളാണെന്ന് അറിയുമ്പോൾ എത്രമാത്രം സന്തോഷമുണ്ടെന്ന് പറയേണ്ടതില്ലല്ലോ. ഹായ്, ഞാൻ OM K നാരായൺ, മാനവിൻ്റെ ക്ലാസ് തന്നെയാണ് പഠിക്കുന്നത്. നിങ്ങൾ ഇൻസ്പയർ അവാർഡ് എന്ന് കേട്ടിട്ടുണ്ടാവും, എന്നാലും അതെന്താണെന്നുള്ള സംശയം ഉണ്ടാവും. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് സ്കൂളുകളിലെ കുട്ടികളിൽ ശാസ്ത്രത്തോടുള്ള അവബോധവും അതിനോടുള്ള താല്പര്യവും വർദ്ധിപ്പിക്കാൻ വേണ്ടി നടപ്പിലാക്കി വരുന്ന ഒരു പദ്ധതിയാണ് ഇൻസ്പയർ അവാർഡ് മനാക്ക്. വിദ്യാർത്ഥികൾ സമർപ്പിച്ച പ്രോജക്റ്റുകളിൽ നിന്നും ഏറ്റവും നൂതനമായ ആശയങ്ങളാണ് ഈ അവാർഡിന് വേണ്ടി സ്വീകരിക്കുന്നത്. അങ്ങനെ ഈ വർഷത്തെ ഇൻസ്പയർ മനാക്ക് അവാർഡ് നെയ്യാറ്റിൻകര വിദ്യാഭ്യാസ ജില്ലയിൽ നിന്ന് ലഭിച്ച 3 വിദ്യാർത്ഥികളിൽ 2 പേർ ഞങ്ങളാണ്. ഈ പ്രോജക്റ്റുകൾ തയ്യാറാക്കുവാനായി ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചതും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയതും ഞങ്ങളുടെ ശാസ്ത്ര അധ്യാപികമാരായ ഷിൻസി ടീച്ചറും ലീന ടീച്ചറുമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളിലെ അഡൽട്ടിംഗറിംഗ് ലാബിലെ പ്രവർത്തനങ്ങളും ഞങ്ങളെ ഇതിനായി സഹായിച്ചു. ഞാൻ സിമിന്റെ പ്രോജക്റ്റായി ചെയ്യുന്നത് ഒരു നോയ്സ് പൊല്യൂഷൻ ഡിറ്റക്ടറാണ്. ഇത് വെറും ഒരു നോയ്സ് പൊല്യൂഷൻ ഡിറ്റക്ടർ അല്ല, ഇറ്റ്സ് എ സ്മാർട്ട് വൺ. ഇതിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള ഒരു നോയ്സ് പൊല്യൂഷൻ ഡിറ്റക്ടറാണ്. നമ്മുടെ അർബൻ ഏരിയാസിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് നോയ്സ് പൊല്യൂഷൻ. വണ്ടികളെല്ലാം ഹോൺ അടിച്ച് അവിടെയുള്ള സറൗണ്ടിങ് മുഴുവൻ ശബ്ദമയമാക്കുന്നു. അത് അടുത്തുള്ള കമ്പനികളിലായാലും സ്കൂളുകളിലായാലും ഹോസ്പിറ്റലുകളിലായാലും അത് അവർക്കൊരു ഡിസ്റ്റർബൻസ് ആണ്. അതിനെ തരണം ചെയ്യാനുള്ള ഒരു പ്രോജക്റ്റാണ് എൻ്റെ ഡെസിബൽ സെന്റിനൽ. ഇതൊരു ബോക്സ് ടൈപ്പ് ഡിവൈസ് ആണ്. ഇതിനകത്ത് മൈക്രോഫോൺ, അതിൻ്റെ ഒരു ഇയർ ആയിട്ട് ഉപയോഗിക്കുന്ന മൈക്രോഫോണും അതിന്റെ ബ്രെയിൻ ആയിട്ട് അതിന് ഒരു വൈഫൈ കമ്പ്യൂട്ടർ ചിപ്പും അതിന്റെ പവർ ഹൗസായി സോളാർ പാനലും ഘടിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ശബ്ദം ഉണ്ടാകുന്ന സ്ഥലത്താണ് ഇതിനെ പ്ലേസ് ചെയ്യുന്നത്. ഇത് ഡെസിബലിലാണ് ഇതിന്റെ ശബ്ദം റെക്കോർഡ് ചെയ്യുന്നത്. അത് ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ അത് അതിന്റെ ഒരു സെന്റർ, ഏതെങ്കിലും ഒരു സെന്ററിൽ ഒരു കമ്പ്യൂട്ടർ പ്ലേസ് ചെയ്തിട്ടുണ്ടാകും. അതിലൊക്കെ ഈ മൈക്രോഫോൺ അല്ലെങ്കിൽ ഇതിന്റെ കമ്പ്യൂട്ടർ ചിപ്പ് അതിലോട്ടുള്ള മെസ്സേജ് അയക്കും. ഇന്ന ലിമിറ്റിൽ കവിഞ്ഞാണ് അതിലെ സൗണ്ട് പോയിരിക്കുന്നത് എന്നത് ആ കമ്പ്യൂട്ടറിലോട്ട് മെസ്സേജ് ചെയ്യും. അവിടെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ റോൾ വരുന്നത്. ഇതിലൂടെ ഈ മെസ്സേജ് പോലീസ് ഓഫീസേഴ്സിലായാലും ഏതൊരു ഏജൻസിലായാലും എത്തിയിട്ട് ആ ഒരു പൊല്യൂഷൻ നടക്കുന്ന സ്ഥലം, അതായത് സൗണ്ട് പൊല്യൂഷൻ നടക്കുന്ന സ്ഥലത്തെത്തി അവിടെയുള്ള സൗണ്ട് പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യാൻ ഇവരെ സഹായിക്കുന്ന ഒരു ഡിവൈസാണ് എൻ്റെ ഡെസിമൽ സെന്റിനൽ. ഞാൻ പ്ലാവൂർ സ്കൂളിൽ നിന്നാണ്. എൻ്റെ പ്രോജക്റ്റ് എയിം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും എല്ലാ വേസ്റ്റുകളും ഒരു വേസ്റ്റ് ബില്ലായിരിക്കുന്നത്. ഈ വേസ്റ്റ് ബില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വേസ്റ്റ് ബില്ല് ഇട്ടാൽ മതി. എല്ലാ വേസ്റ്റുകളും തരം തിരിച്ച്, ഇപ്പോൾ ബയോഡിഗ്രേഡബിൾ, നോൺ ബയോഡിഗ്രേഡബിൾ, മെറ്റാലിക്, അതിനെ തിരിച്ചതായത്. ഈ പ്രോജക്റ്റിൻ്റെ പേര് വാറോൺ വേസ്റ്റ്. ഈ പ്രവർത്തനങ്ങൾ ഞങ്ങളോടൊപ്പം നിന്ന ബഹുമാനപ്പെട്ട HM ശ്രീമതി നീനാകുമാരി ടീച്ചറിനും മറ്റ് അധ്യാപകർക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും നന്ദി. സമൂഹത്തിലും പുതിയ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റുകളാണ് ഞങ്ങൾ സമർപ്പിച്ചത്. സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഈ പ്രചോദനം ഞങ്ങൾക്ക് വരും കാലത്ത് പുതിയ പ്രോജക്റ്റുകൾ ചെയ്യാൻ ഒരു പ്രചോദനമാകും. ഇനിയുള്ള അധ്യയന വർഷത്തിലും നമ്മുടെ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ മികവുറ്റതാകട്ടെ. അതിൽ ഭാഗമാകാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ.